നമസ്കാരം. പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്ന ചില യുവകേസരികൾ ഭരണം നഷ്ടമായപ്പോൾ ഭയങ്കര ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് ഈയിടെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലൊരു ആത്മാർത്ഥതയുടെ നിറകുടമാണ് എം സ്വരാജ്. ഇന്നലെ ഭയങ്കര ആത്മാർത്ഥത അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാട് മുണ്ടക്കൈ ദുരന്തബാധിതരെ സഹായിക്കാൻ വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് കോൺഗ്രസ് വീട് വെച്ചു കൊടുത്തില്ല എന്ന വിഷയം, വഞ്ചനയുടെ പ്രശ്നം ജനങ്ങളുടെ മുൻപാകെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾ വീട് വെച്ച് കൊടുത്തോ? 700 കോടിയിലധികം രൂപ ജനങ്ങൾ സമാഹരിച്ചു കൊടുത്തു ദുരിതാശ്വാസ നിധിയിലേക്ക്, ഈ വയനാട് ദുരിതബാധിതർക്കായി. എന്നിട്ട് എത്ര വീട് പണിത് കൊടുത്തു നിങ്ങൾ സഖാവേ? അതിന് നിങ്ങൾ മറുപടി പറയണം. ഒരു തരിമ്പെങ്കിലും, ഒരുപാടൊന്നും വേണ്ട, ഒരു തരിമ്പെങ്കിലും ഉളുപ്പ് വേണം താങ്കളെപ്പോലുള്ള നേതാക്കൾക്ക് ഇനിയെങ്കിലും. കാട്ടുപുല്ലുകൾക്കിടയിലെ കർപ്പൂരമുല്ല എന്ന പോലെ തിന്മയുടെ സ്പർശമേൽക്കാത്ത വിശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ഇടതുപക്ഷം നിൽക്കണം എന്നാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്. അത് ശരിയാ, സമൂഹം അങ്ങനെ ആഗ്രഹിച്ചു. എന്നിട്ട് കർപ്പൂരമുല്ല ആവാൻ പറ്റിയോ? അത് സ്വരാജാണ് മറുപടി പറയണത്. ഈ കർപ്പൂരമുല്ലയായിട്ടാണോ 2,78,00,000 രൂപ ശശിധരൻ കർത്തായിൽ നിന്ന് നിങ്ങളുടെ പരമോന്നത നേതാവ് മേടിച്ചെടുത്തത്? കാട്ടുമുല്ല ആയതുകൊണ്ടാണോ? എന്നിട്ട് പുള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഒരുപാട് വിജയന്മാരുണ്ട് നാട്ടിൽ, അത് എന്നെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്ന് ലെവലേശം ഉളുപ്പില്ലാതെ അതിനെക്കുറിച്ച് ന്യായീകരിച്ച പരമോന്നത നേതാവ് കർപ്പൂര മുല്ലയാണെന്ന് താങ്കളെപ്പോലുള്ള യുവകേസരികൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ കർപ്പൂര മുല്ലകളായിരുന്നെങ്കിൽ ഇതുപോലെ 35 സീറ്റും മേടിച്ച് നാണം കെട്ട് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? അപ്പം നിങ്ങൾ കാട്ടുപുല്ലുകളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ജനങ്ങൾ പ്രതീക്ഷിച്ചു. നിങ്ങൾ കർപ്പൂരമുല്ല ആകുമെന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചു. അത് ശരിയാ, പക്ഷെ ആയോ? ആയിട്ടില്ല. നിങ്ങൾ വെറും കാട്ടുപുല്ല് തന്നെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നൈസായിട്ട് നിങ്ങളെ എടുത്ത് ചവറ്റുകൂട്ടയിൽ എറിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വലിയ ഗീർവാണം, വലിയ സത്യസന്ധതയുടെ ആൾരൂപങ്ങളായിട്ടൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഉണ്ടല്ലോ, ജനങ്ങൾ വെറും വിഡ്ഢികളല്ല എന്ന് ഞാൻ വീണ്ടും സ്വരാജിനെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ലേ, ഞങ്ങൾക്കും ചെയ്യാൻ അവകാശമുണ്ടെന്ന് ആരും ചിന്തിച്ചു പോകരുത്. നമുക്ക് അവകാശമില്ല. ഭയങ്കര വിഷമത്തോടെയാണ് പറയുന്നത്. അവകാശമില്ല. അവകാശം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വാങ്ങിച്ചെടുക്കാമായിരുന്നു അല്ലേ? ഈ കാര്യത്തിൽ ആരും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ആവശ്യത്തിനൊക്കെ മേടിച്ചെടുത്തല്ലോ. ഇപ്പോൾ താങ്കൾ നേരിട്ട് മേടിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മേടിച്ച ആളുകളെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നതും വലിയ ഒരു വഞ്ചനയാണ് എൻ്റെ സ്വരാജെ. കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്ന നെറികേടുകൾക്കെതിരെ ഒരക്ഷരം ഉരിയാടുവാൻ പറ്റാത്ത താങ്കൾ ഇങ്ങനെ ജൽപ്പനം നടത്തുമ്പോൾ ജനങ്ങളത് പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ. ചുമ്മാ പ്രസംഗിക്കാം, നല്ല രസമുണ്ട്. അത് കേട്ടിരിക്കുന്ന കുറേ ഈ അടിമ മനോഭാവമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളുടെ ഈ വഞ്ചനയ്ക്കെതിരെ മനസ്സുകൊണ്ടെങ്കിലും എതിർക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട്. ആ സഖാക്കൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തവണ നാണം കെട്ട തോൽവി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് നാണം കെട്ട തോൽവി നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം എന്താ? ഈ തിന്മയുടെ സ്പർശമേൽക്കാതെ നിൽക്കണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് നമ്മൾ കരുതിക്കൊള്ളണം. അതെ, തിന്മയുടെ സ്പർശമേൽക്കാതിരിക്കണമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ശരിയാ. പക്ഷേ നിങ്ങൾ തിന്മയുടെ പ്രതീകങ്ങളായി മാറുന്ന കാഴ്ചയാണ് ജനങ്ങൾ പിന്നെ കണ്ടത്. അതുകൊണ്ട് ജനങ്ങളെടുത്ത് ചവറ്റുകൂട്ടയിൽ എറിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയും വന്ന് വലിയ ചാരിത്ര പ്രസംഗം വിളമ്പാതെ എൻ്റെ സ്വരാജെ. കോൺഗ്രസ് അല്ല നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കേണ്ടവരാണ് എന്ന് നമ്മുടെ സമൂഹം കാണുന്നു. അതെ, വളരെ പ്രത്യേകതരം രീതിയിലാണ് നിങ്ങൾ വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത്. അതായത് കൈക്കൂലി വാങ്ങിക്കാൻ മകളെ ഏൽപ്പിക്കുന്ന ഒരു പ്രത്യേകതരം കമ്മ്യൂണിസം,
അത് നിങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു സംഭവമാണത്. അത് പ്രത്യേകം ഒരു നീട്ടിവലിച്ചൊരു ലാൽ സലാം പറയേണ്ട ഒരു കേസാണത് കേട്ടോ. വോട്ട് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ സമൂഹം ആഗ്രഹിക്കുന്നത് ഇത്തരം തിന്മകളുടെ സ്പർശമില്ലാതെ ഇടതുപക്ഷം നിലനിൽക്കണമെന്നാണ്. അത് ഇടതുപക്ഷത്തിൽ നാടർപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതിഫലനമാണ്. അത് മനസ്സിലാക്കാൻ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അത് മനസ്സിലാക്കിയ ഏറ്റവും വലിയ ആളാണ് ശശിധരൻ കർത്ത. നിങ്ങളിൽ തിന്മയുടെ സ്പർശം ഏറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഏറ്റവും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ശശിധരൻ കർത്ത തന്നെയാണ്. കാരണം നേരെ ബാങ്ക് ത്രൂ ആണല്ലോ ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ട് തിന്മയുടെ സ്പർശം കയ്യിൽ തിന്മയുടെ സ്പർശം ഏൽക്കുന്നില്ലല്ലോ. അത് നല്ല കാര്യമാണ്. അത് നല്ലൊരു മാതൃകയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, മുൻപോട്ട് പോകാൻ. ചെറിയ പിശകുകൾ പോലും സമൂഹം നമ്മളോട് പൊറുക്കില്ലെന്നും നമ്മുടെ എതിരാളികളെ കാര്യത്തിൽ പ്രിവിലേജ് ഉള്ളവരാണെന്നും മനസ്സിലാക്കുക എന്ന പാഠമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പാഠം. നിങ്ങൾ നടത്തുന്നതിൻ്റെ പേര് രാഷ്ട്രീയ പ്രവർത്തനമെന്നാണോ? വെറുതെ ആ പദത്തെ അശ്ലീലമാക്കല്ലേ എൻ്റെ സ്വരാജെ. നിങ്ങൾ നടത്തുന്നത് അടിമപ്രവർത്തനമാണ്. നിങ്ങളുടെ നേതാവ് ചെയ്ത ഓരോ വൃത്തികേടുകൾക്കെതിരെയും ജനങ്ങൾ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും അവർ എതിർത്തപ്പോൾ നിങ്ങളെപ്പോലുള്ള യുവകേസരികൾ എന്താണ് ചെയ്തത്? ഒരക്ഷരം അതിനെതിരെ മിണ്ടിയില്ലെന്ന് മാത്രമല്ല, ഉളുപ്പില്ലാതെ അത് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതാണോ കമ്മ്യൂണിസം? ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റിനെതിരെ അത് ആര് ചെയ്താലും, അത് ഏത് കൊലകൊമ്പൻ ചെയ്താലും അതിനെതിരെ ശബ്ദിക്കുക എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ധർമ്മം. ആ ധർമ്മം താങ്കളെപ്പോലുള്ള നേതാക്കൾ നിറവേറ്റിയോ എന്ന് കണ്ണാടിയെ നോക്കി ചോദിക്കണം. നിറവേറ്റിയിട്ടില്ല, പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് ഉള്ളിൽ അറിയാം കൃത്യമായിട്ട് നിറവേറ്റിയിട്ടില്ലെന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് കോമാളി വേഷം കെട്ടുന്നത്? വലിയ ധർമ്മപുരുഷനായിട്ട് അഭിനയിക്കരുത്. ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം കഴിഞ്ഞ 10 വർഷം നിങ്ങളെപ്പോലുള്ളവർ എന്താണ് ചെയ്തതെന്നും എന്താഗ്രഹിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്ത് വ്യക്തി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിതൊക്കെ ചെയ്തതെന്നും. സ്വാർത്ഥ താല്പര്യങ്ങൾ നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എതിർത്തേനെ. പിണറായി വിജയൻ എന്ന ജനവിരുദ്ധനായ നേതാവിനെ നിങ്ങൾ എതിർത്തേനെ. എതിർത്തിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെയല്ലേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്?